UDF സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, ആദരവാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ശരിയാണ്, ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു സൗജന്യം അർഹതപ്പെട്ടവരുടെ കൈകളിൽ മാത്രം എത്തിയാൽ പോരെ? മലയാളത്തിൽ ആ ഒരു കറക്റ്റ് വാക്ക് പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിലൊരു വാക്ക് പറയുന്നത് ഇൻഡിസ്ക്രിമിനേറ്റ് എന്നാണ് പറയുന്നത്. അത് ഒരു വിവേചനമില്ലാതെ എന്ന് പറയുന്നതിന് പകരം ഒരു വകതിരിവില്ലാത്ത ഒരു തീരുമാനമായി പോയി എന്ന് വേണം നമുക്കത് പറയാൻ. കാര്യം നമുക്ക് ഞാൻ സൗജന്യങ്ങൾക്കെതിരല്ല, സംവരണത്തിനെതിരല്ല. സാർ വേറൊരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മൾ 15% സംവരണം വെച്ചിട്ട് കഴിഞ്ഞ 80 വർഷമായിട്ട് ഇന്ത്യയിലെ SC ST വിഭാഗത്തിന് കൊടുക്കും. അപ്പോൾ ഏകദേശം എത്ര ശതമാനമായി? 80 ഗുണം 15% സംവരണം നമ്മൾ കൊടുത്തു. എന്നിട്ട് ആ സമുദായം നന്നായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരം എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ സൗജന്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് അർഹതപ്പെട്ട കൈകളിൽ അർഹതപ്പെട്ട അളവിൽ കൊടുക്കുന്നതാണ് കറക്റ്റ്. ഇപ്പോൾ കേരളത്തിൽ ജോലി നോക്കുന്ന, ഞാൻ സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥരല്ല, ക്ലറിക്കൽ ലെവലിൽ ഉള്ള ഉദ്യോഗസ്ഥർ ദിവസം ബസ് ഫെയർ കൊടുത്ത് വന്നുകൊണ്ടിരുന്ന സ്ത്രീകൾ 40,000 തൊട്ട് 60,000 80,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സൗജന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സർക്കാർ ചിന്തിക്കണമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന, ഞാൻ ഈ BPL APL എന്ന് പറയുന്ന ഒരു ലെവലുണ്ടല്ലോ. അപ്പോൾ BPL ലെവലിലുള്ള സ്ത്രീകൾക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാര്യം അവർക്കെല്ലാം ജോലിക്ക് പോകുന്നവർ, എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. രാവിലെ 5 മണിക്കൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളോട് ബസ്സിൽ വരുന്ന സ്ത്രീകളുണ്ട്. അവർ പല വീടുകളിലും ജോലിക്ക് വീടുകളിൽ ജോലി ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾ. അവർക്കൊക്കെ ഇത് ആനുകൂല്യത്തിന് അവർ അർഹരാണ്. അവർ നമ്മൾ വളരെ മുമ്പേ കൊടുക്കേണ്ടവരുമായിരുന്നു. നിരവധി വസ്ത്രശാലകളിലെ സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പിൽ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരെ അസംഘടിതരല്ല, അവര് നിസ്സാര ശമ്പളമാണ് അവർക്കുള്ളത്. ശമ്പളക്കാരെന്ന് പറയുന്നത് 10,000 12,000 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നിസ്സാര തുകയാണ്. അപ്പോൾ ആ തുകയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് ഇത് ഒരു ആശ്വാസമാണ്. പക്ഷേ ഈ ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ട് ജനവിശ്വാസം നേടാനും അത് നിലനിർത്താനും തുടർന്ന് ഭരണം കൊണ്ടുവരാനും ഒക്കെ വലിയ പാടാണ്. പക്ഷേ ഇതിനിടെ ഈ ആനുകൂല്യം പറ്റിക്കൊണ്ടുപോകുന്നത് ആരാണ്? കുറെ സർക്കാർ ജീവനക്കാർ, കുറെ താപ്പാനകളും. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ സംവരണം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് അർഹരായ കൈകളിൽ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ 80 വർഷമായിട്ടും അന്ന് 10 വർഷത്തേക്ക് തുടങ്ങിയ സംവരണം ഇപ്പോൾ 80 വർഷമായിട്ട് നിർത്താൻ പറ്റാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വരുന്നത് LDF ആയാലും BJP ആയാലും അവർക്ക് ഇത് നിർത്താൻ സാധിക്കത്തില്ല. ഇത് തുറന്നു പോകേണ്ടി വരുന്ന ഒരവസരത്തിലാണ് വരുന്നത്. ഇവിടെ BJP-ക്കാർ കൊടി പിടിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിക്കുന്നു, എല്ലാ ബസ്സിലും വേണമെന്ന് പറഞ്ഞു. അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ അവർ കൊടുക്കുന്നുണ്ട്, അവർക്ക് എവിടെയൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ജയലളിതയുടെ പാത പിന്തുടർന്നാണ് കേജ്രിവാൾ വന്നത്. ജയലളിത പോയി, കേജ്രിവാൾ പുറത്തുമായി. എന്നിട്ട് അവരുടെ പ്രേതങ്ങൾ ഇപ്പോഴും സതീശൻ വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രേവന്ത് റെഡ്ഡിയും അവിടെ സൗജന്യങ്ങൾ കൊടുക്കുന്നു എന്ന് തോന്നുന്നു, കർണാടകയിലും കൊടുക്കുന്നുണ്ട്. അത് വളരെ ബാധ്യത എക്സ്ചക്കറിന് വരുത്തി വെക്കുക. അല്ല, അതിൽ ഓർമ്മയുണ്ടാകും കോവിഡ് കാലത്ത്, അതായത് ലോക്ക്ഡൗൺ ആണല്ലോ, ആ ലോക്ക്ഡൗൺ നീണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു വിഭാഗം ആരാന്നറിയാമോ? സർക്കാർ ജീവനക്കാരാണ്. കാരണം ഇവന്മാർക്ക് ഇവിടെ വീട്ടിലിരുന്ന് തിന്നു കുടിച്ചിരുന്ന് മാത്രമല്ല ശമ്പളം പറ്റുക. അവന്റെ വീട്ടിൽ കിടക്കുന്ന കാറോ ഇരുചക്ര വാഹനങ്ങളോ പെട്രോൾ അടിച്ചു പോകേണ്ട, 1-ാം തീയതി അക്കൗണ്ടിൽ പണം വരികയും ചെയ്തു. മാത്രമല്ല ആ KSRTC ബസ്സിൽ എനിക്ക് തോന്നുന്നു 1300ഓളം KSRTC ബസ്സുകൾ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. കാര്യം ഈ ബസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്ത് അപ്പുറത്തോട്ട് ഇട്ടിട്ടില്ല കോവിഡ് കാലത്ത്. അത്രയും എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഇഞ്ചക്കിൽ കിടന്ന ബസ്സുകൾ മുഴുവൻ തുരുമ്പിച്ച് ദ്രവിച്ചു പോയി. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ അവർക്ക് പൊതുവായിട്ട് എതിരല്ല, പക്ഷേ അവർക്ക് ഈ ആനുകൂല്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ജോലി ചെയ്യുന്ന നല്ല ശമ്പളം കൈപ്പറ്റുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. BPL ലെവലിൽ അല്ലാത്തവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വ്യക്തിപരമായിട്ടുള്ള നമുക്ക് നമ്മുടെ അഭിപ്രായം സ്വരൂപിക്കാമല്ലോ. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഇങ്ങനെ ഒരു ആനുകൂല്യത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് 20 രൂപ കൊടുത്തിട്ട് ബസ്സിൽ കയറി പോകാമെന്നുള്ളൂ. പക്ഷേ
ഇത് ഇവർക്ക് ഈ കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള ആനുകൂല്യം കൊണ്ട് നിഷേധിക്കപ്പെടുന്നത് ശരിക്കും ഇത് കിട്ടേണ്ട ഒരാളിലോട്ട് ഇത് എത്താതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ. പക്ഷെ അത് എന്താണെന്നറിയോ കുഴപ്പം, അനിലിന് മുമ്പേ അറിയാമായിരിക്കും, ഒരുപക്ഷെ ഈ സർക്കാർ ജീവനക്കാരെയാണ് എന്നും ഏത് ഭരണവും തീറ്റിപ്പോറ്റിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, 5 വർഷം ഭരണം കഴിഞ്ഞ് ഇറങ്ങാറാകുന്ന ഉടൻ സമയത്ത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വയ്ക്കുകയാണ്. ഇതെന്തിനു വേണ്ടി? അല്ല സാറ് വേറൊന്ന് ആലോചിച്ച് നോക്കണം. അരിക്ക് കിലോ 10 രൂപ അല്ലെങ്കിൽ 12 രൂപ ഉണ്ടാകുന്ന സമയത്താണ് അരിക്ക് കിലോയ്ക്ക് 1 രൂപയ്ക്ക് കൊടുക്കുന്നു, 25 കിലോ അരി കൊടുക്കുന്നു എന്ന് പറയും. അപ്പം ഇവർ വാങ്ങിച്ചിട്ട് മറിച്ച് വിറ്റു തുടങ്ങി. ആ അരിക്ക് 40ഓളം വില ഏകദേശം 1 വർഷം കൊണ്ട് 10 രൂപയിൽ നിന്ന് 40ഓളം രൂപയ്ക്ക് അരി പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആനുകൂല്യം കിട്ടേണ്ടവർക്ക് ഇത് കിട്ടിയില്ല, കിട്ടിയവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. മറ്റുള്ളവർ ഇതിൻ്റെ ഉണ്ടായ ആ നഷ്ടം സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ. ഈ സൗജന്യങ്ങളും സംവരണങ്ങളും ആരെയും വളർത്തില്ല എന്നാണ് ഇതുവരെയും ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം സൗജന്യങ്ങൾക്കും സംവരണത്തിനും വേണ്ടിയിട്ട് നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ തന്നെ ചീത്ത പറയുമായിരിക്കും. പക്ഷേ വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ വനിതാ ജീവനക്കാരുടെ സൗജന്യ യാത്ര റദ്ദ് ചെയ്യണം. ഞാൻ പറയുന്നത് BPLകാർക്ക് മാത്രമായിട്ട് ഇത് ഒഴിവാക്കണമെന്നും BPLകാർക്ക് യാത്ര ചെയ്യാനുള്ള കാർഡ് സൗജന്യമായിട്ട് കൊടുക്കണമെന്നും അതിനകത്ത് കിലോമീറ്റർ പരിധി വെക്കണം എന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇനി മോഡിഫിക്കേഷനിലോട്ട് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനൊരു പിന്നെ ഒരു ദിവസം പരമാവധി 20 കിലോമീറ്റർ 40 കിലോമീറ്റർ, ഒരു മാസം 1000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അതിനുശേഷം യാത്ര ചെയ്യുന്ന ഒരു പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്യട്ടെ. ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു മാസം 1000 കിലോമീറ്റർ എന്നൊരു ലിമിറ്റ് വെച്ച് അല്ല, ഒഴിവാക്കേണ്ടത് സർക്കാർ ജീവനക്കാരെ IT കമ്പനികളിൽ ജോലി. ഞാൻ പറയുന്നത് BPLകാർ റേഷൻ കാർഡിലെ കാര്യത്തിൽ മാത്രമല്ല, ഈ BPLകാർ പോയിട്ട് ബാക്കി ആർക്കും ഈ ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്.